പണ്ട് പണ്ട് വളരെ പണ്ട് ഈ കഥ നടക്കുന്നത് പൂച്ചത്തറവാട്ടിലാണ്. പൂച്ചത്തറവാട്ടിൽ പൂത്തമുത്തശ്ശിയും പൂച്ചമുത്തശ്ശിയുടെ മൂത്തപുത്രൻ രാജയും രാജയുടെ മക്കളും എല്ലാവരും സുഖസന്തോഷത്തോടുകൂടി വസിക്കുന്ന കാലം. പെട്ടെന്നൊരു ദിവസം പൂച്ചമുത്തശ്ശിയും പൂച്ചമുത്തശ്ശിയുടെ മൂത്തപുത്രനും തമ്മിൽ വഴക്കായി. പിണക്കമായി. മൂത്തപുത്രൻ രാജ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി, നാട് വിട്ടുപോയി. രാജ നാട് വിട്ടുപോയതിൽ മനം നൊന്ത് പൂച്ചമുത്തശ്ശി കിടപ്പിലായി, വയ്യാതെയായി, പണിക്കൊന്നും പോവാതെയായി. കുടുംബം പട്ടിണിയിലായി. പൂച്ചക്കുഞ്ഞുങ്ങളും പൂച്ചമുത്തശ്ശിയും മാത്രമുള്ള വീട്ടിലേക്ക് പെട്ടെന്നൊരു ദിവസം വിളിക്കാത്ത അതിഥിയെപ്പോലെ ആ ദുഷ്ടനായ പാമ്പ് കടന്നു വന്നു. എന്തു ചെയ്യണമെന്നറിയാതെ പൂച്ചമുത്തശ്ശിയും പൂച്ചമക്കളും നോന്താളിച്ചു നിന്നു. പൂച്ചമക്കൾ നെട്ടോട്ടമോടി. ഓടി രക്ഷപ്പെടാൻ അവരവിടെയും ഇവിടെയും കയറി ഒളിച്ചിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ പൂച്ചമുത്തശ്ശി നോക്കി നിന്നു. വിവരമറിഞ്ഞ അയൽ നാട്ടിൽ നിന്നായിരുന്ന രാജ എത്രയും പെട്ടെന്ന് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായി പൂച്ചത്തറവാട്ടിലേക്ക് തിരിച്ചെത്തി. തിരിച്ചെത്തിയ രാജ ആ പാമ്പുമായി ഭയങ്കരമായ മൽപ്പിടുത്തം നടത്തി. മൽപ്പിടുത്തത്തിനൊടുവിൽ അവൻ ആ പാമ്പിനെ കീഴ്പ്പെടുത്തി. തൻ്റെ കുടുംബം രക്ഷിച്ച രാജയെ മുത്തശ്ശി കുടുംബത്തിലേക്ക് വിളിച്ചു. ആദ്യം വരാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് രാജ കുടുംബത്തിലേക്ക് വന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി വീണ്ടും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി.